നമസ്കാരം. ഇന്ത്യയിൽ സ്കൂട്ടറുകളെ ജനപ്രിയമാക്കിയ ബ്രാൻഡാണ് ഹോണ്ട. അവരുടെ ആക്റ്റീവ എന്ന മോഡലാണ് അതിൽ ഏറ്റവും പേരുകേട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറും ഇത് തന്നെയാണ്. എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റെ വിഭാഗത്തിനൊരൊത്ത എതിരാളിയും ഉണ്ടാകാറുണ്ട്. അവിടെയാണ് ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ വരവ് ആഘോഷമാകുന്നത്. 2013 വിപണിയിൽ എത്തുന്നതെങ്കിലും ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന രണ്ടാമത്തെ സ്കൂട്ടറാണ് ഇത്. മാത്രമല്ല, ഹൊസൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി വി എസിൻ്റെ നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ടൂ വീലറും ജൂപ്പിറ്ററിൻ്റേത് തന്നെയാണ്. ഉപയോഗിക്കുമ്പോൾ ആക്റ്റീവയേക്കാൾ കേമനാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. 110cc അതുപോലെ തന്നെ 125cc സെഗ്മെൻറ്റിൽ ആക്റ്റീവയ്ക്ക് വില്ലനായി ജൂപ്പിറ്റർ പലപ്പോഴും അരങ്ങ് പിടിക്കാറുണ്ട്. ഫാമിലി സ്കൂട്ടറിൻ്റെ ഗെറ്റപ്പിനൊപ്പം തന്നെ നല്ല മൈലേജും അതിനൊത്ത പെർഫോമൻസും പ്രായോഗികതയും ഫീച്ചറുകളും എല്ലാം തന്നെ നിറഞ്ഞ ജൂപ്പിറ്റർ സംഭവം തന്നെയാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ മാത്രം ജൂപ്പിറ്ററിൻ്റെ വിൽപ്പന ഏതാണ്ട് 8,45,000 യൂണിറ്റുകളായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് 2023 7,29,546 യൂണിറ്റുകളെ അപേക്ഷിച്ച 16% വർധനവിലേക്കും ടി വി എസിനെ നയിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന സമയത്താണ് ജൂപ്പിറ്ററിന് ഈ റെക്കോർഡ് സൃഷ്ടിക്കാനായത് എന്നതിൽ വലിയ സംഭവം തന്നെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒരു ദശാബ്ദക്കാലം മുൻപ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തിയതിനു ശേഷം ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ മൊത്തം 64,30,000 യൂണിറ്റുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. അതേസമയം 2014 സാമ്പത്തിക വർഷത്തിനും 2024 സാമ്പത്തിക വർഷത്തിനും ഇടയിൽ കമ്പനി ജനപ്രിയ സ്കൂട്ടറിൻ്റെ 80,000 യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 110cc 125cc പതിപ്പുകളിൽ വാഗ്ദാനം ചെയ്യുന്ന മോഡൽ നിലവിൽ ടി വി എസിൻ്റെ ഇരുചക്ര വാഹന നിരയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടർ കൂടിയാണ്. റൈഡർ 125, എക്സൽ, അപ്പാച്ചെ സീരീസ് എന്നിവയെ മറികടന്നാണ് ജൂപ്പിറ്റർ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ എൻറ്റോർക്ക 125 സ്പോർട്ടി സ്കൂട്ടറിൻ്റെ 3,31,865 യൂണിറ്റുകളാണ് ബ്രാൻഡ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. പുതിയ ഫീച്ചറുകളും വേരിയൻറ്റുകളുമുള്ള തുടർച്ചയായ നവീകരണങ്ങളോടെയാണ് ജൂപ്പിറ്ററിനെ ജനപ്രിയമാക്കി നിർത്തുന്ന മറ്റൊരു പ്രധാന ഘടകം. 2023 ഒക്ടോബറിൽ ടി വി എസ് ഒരു പുതിയ സ്മാർട്ട് എക്സ് കണക്ട് വേരിയൻറ്റും ജൂപ്പിറ്ററിനായി പുറത്തിറക്കിയിരുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോടെ വരുന്ന ഈ ഒരു പതിപ്പിൽ കോളുകളും ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ, വോയിസ് അസിസ്റ്റൻറ്റ് ഫംഗ്ഷനുകൾ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ഓവർ സ്പീഡിംഗ് അലേർട്ടുകൾ പോലുള്ളവ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ TFT സ്ക്രീനാണ് കമ്പനി സ്കൂട്ടറിനെ സമ്മാനിച്ചിരുന്നത്. മുൻപ് പറഞ്ഞതുപോലെ നിലവിൽ ടി വി എസ് ജൂപ്പിറ്ററിന് 110cc 125cc മോഡലുകളാണുള്ളത്. ഇതിൽ ആദ്യത്തേത് 109.7cc സിംഗിൾ സിലിണ്ടറും എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തേതിന് 124.8cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനുമാണ് തുടിപ്പിക്കാനായി എത്തിയിരുന്നത്. ഇവ രണ്ടും ETFI അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ തന്നെ മികച്ച മൈലേജാണ് നൽകുന്നത്. പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ജൂപ്പിറ്റർ 110cc 7,500 RPMൽ 7.77 bhp പവറും 5,500 RPMൽ 8.8 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. അതേസമയം ജൂപ്പിറ്റർ 125 മോഡൽ 6,500 RPMൽ 8 bhp കരുത്തും 4,500 RPMൽ 10.5 Nm ടോർക്കും വരെ നിർമ്മിക്കാൻ ശേഷിയുള്ള വിധത്തിലാണ് ടി വി എസ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇനി വില നോക്കുകയാണെങ്കിൽ ടി വി എസ് ജൂപ്പിറ്റർ 110cc മോഡലിന് നിലവിൽ 73,340 രൂപ മുതൽ 89,748 രൂപ വരെയാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത്. ഹോണ്ട ആക്റ്റീവ 60, ഹീറോ സൂം 110 എന്നിവയുമായിട്ടാണ് ഇതിൻ്റെ പ്രധാന മത്സരം. അതേസമയം ജൂപ്പിറ്റർ 125 ഡ്രം അലോയ് വേരിയൻറ്റിന് 86,405 രൂപയും ടോപ്പ് സ്പെക്ക സ്മാർട്ട് എക്സ് കണക്ട് പതിപ്പിന് 96,855 രൂപ വരെയുമാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത്.